ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഗായ്സ്, നമ്മൾ എല്ലാ ദിവസവും ഫ്രീ ഫയറിൻ്റെ വീഡിയോസാണ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നൊരു വെറൈറ്റി നമ്മൾ ബസ് സിമുലേറ്റർ ഇന്തോനേഷ്യയുടെ വീഡിയോ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പുതിയൊരു ബസ് എടുക്കാനായിട്ട് പോവാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രണ്ടിൻ്റെ ബസ്സാണ് ഇത്. നമ്മൾ എടുക്കാൻ പോകുന്ന ബസ്സിൻ്റെ പേര് നമ്മളിപ്പോൾ റിവീൽ ചെയ്യുന്നില്ല. നമ്മൾ എടുക്കാൻ പോകുന്ന ബസ് സെഡസ്ത്ര BS6 ആണ്. ഓക്കെ, എപ്പോഴും ഫ്രീ ഫയറിൻ്റെ വീഡിയോസ് ആയതുകൊണ്ടാണ് ഞാൻ ഒരു വട്ടം ബസ് സിമുലേറ്ററിൻ്റെ വീഡിയോ ഇടുന്നത്. ഓക്കെ, ഇതെല്ലാവർക്കും അറിയാം ഈ ഒരു ഗെയിം. സ്കാളിന്നാണ് നമ്മുടെ കൂട്ടുകാരൻ്റെ ബസ്സിൻ്റെ പേര് വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ചാനൽ ഇനി ഒരു 500 സബ്സ്ക്രൈബേഴ്സ് ആവാൻ വേണ്ടി ഒരു 10 സബ്സ്ക്രൈബ് കൂടെ മതി. അപ്പോൾ മാക്സിമം നിങ്ങൾ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യും. 10 സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോഴത്തേക്ക് നമ്മുടെ ചാനൽ 500 അടിക്കും. 15 സബ്സ്ക്രൈബേഴ്സ് കൂടെ ആകുമ്പോൾ നമ്മുടെ ചാനൽ 500 സബ്സ്ക്രൈബേഴ്സ് ആവുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും മാക്സിമം നമ്മൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. നിങ്ങൾക്ക് ബസ് സിമുലേറ്റർ ആണ് ഇഷ്ടം അതോ ഫ്രീ ഫയർ ആണ് ഇഷ്ടം നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. അപ്പോൾ നമ്മൾ ബസ് സിമുലേറ്ററിന് വേണ്ടി വേറെ ചാനൽ നമ്മൾ തുടങ്ങും. അപ്പോൾ ഏതാ നിങ്ങൾക്ക് ഇഷ്ടമോ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. എല്ലാ ദിവസവും ഫ്രീ ഫയറിൻ്റെ വീഡിയോസ് ഇടുന്നതുകൊണ്ടാണ് ഗൈസ് ഞാൻ ഈ ഒരു വട്ടം മാറ്റി പിടിച്ച് ബസ് സിമുലേറ്ററിൻ്റെ വീഡിയോ ആക്കിയത്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ ഇല്ലയോ എന്നൂടെ അറിയാൻ വേണ്ടിയിട്ടാണ് ഗൈസ്. അപ്പോൾ ഗൈസ് ഞാൻ നമ്മുടെ ആ ഒരു പുതിയ ബസ് കൊടുത്തേക്കുന്നത് അതായത് സൗണ്ടിനും അതുപോലെ തന്നെ ലൈറ്റ് വർക്കും ഒക്കെ ആയിട്ട് കൊടുത്തേക്ക് ഗൈസ് എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ ഗ്യാരേജിൽ തന്നെയാണ്. അപ്പം ഗൈസ് അതിന് മുന്നേ നമുക്ക് RTO ഓഫീസിൽ നിന്ന് എന്തൊക്കെയോ കുറേ പേപ്പർ വന്നിട്ടുണ്ടായിരുന്നു. അതായത് സ്റ്റിക്കർ വർക്ക് ചെയ്ത് നിങ്ങൾക്ക് ഓടാനായിട്ട് ഒക്കത്തില്ല, അതിന് എക്സ്ട്രാ എന്തൊക്കെയോ പേയ്മെൻറ്റ് എന്തൊക്കെയോ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പേപ്പറൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഗൈസ്. അപ്പോൾ അതെല്ലാം പൂരിപ്പിച്ച് എല്ലാം റെഡിയാക്കി കഴിഞ്ഞപ്പോഴത്തേക്കും അങ്ങനെ 2 മാസമായി ഗൈസ്. കാരണം നമ്മൾ കുറേ ഏതാണ്ട് 1 മാസത്തോളം നമ്മൾ ഇതിൻ്റെ പുറമിലായിരുന്നു. അപ്പം അങ്ങനെ 2 മാസത്തിന് ശേഷം നമ്മൾ വണ്ടി ഇറക്കിയിട്ടുണ്ട് ഗൈസ്. ആക്ച്വലി കഴിഞ്ഞ മാസം നമ്മൾ വണ്ടി ഇറക്കേണ്ടതായിരുന്നു, പക്ഷേ ഇതിൻ്റെയൊക്കെ ഒരു കാരണത്താലാണ് നമ്മൾ വണ്ടി താമസിച്ച് ഇറക്കിയത്. അപ്പോൾ ഇതെൻ്റെ ബസ് സിമുലേറ്റർ ഇന്തോനേഷ്യയിലെ ഒരു ഫസ്റ്റ് വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മൾ ഇനിയും ഇതുപോലെയുള്ള ബസ് സിമുലേറ്ററിൻ്റെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തായാലും നേരെ ഗ്യാരേജിലോട്ടാണ് പോകുന്നത് ഗൈസ്. ഇപ്പം നമ്മൾ പോകുന്ന ഗ്യാരേജിലല്ല നമ്മുടെ ബസ് കിടക്കുന്നത്. നമ്മുടെ കൂട്ടുകാരന് വേറൊരു ഗ്യാരേജ് ഉണ്ട്, അവിടെയാണ് ബസ് കിടക്കുന്നത്. അപ്പോൾ അവിടുന്ന് നമ്മൾ സൗണ്ട് ചെക്കെല്ലാം കേട്ടാൽ ഇപ്പോൾ അവൻ കൊണ്ടുവരുത്തേ ഉള്ളൂ നമ്മുടെ ബസ്. ഓക്കെ, അപ്പോൾ നമ്മൾ അവിടെ ചെല്ലുമ്പോൾ നമ്മുടെ ബസ് കാണാൻ സാധ്യത കുറവാണ്. എന്തായാലും നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം ഗൈസ്. അങ്ങനെ നമ്മുടെ ഫ്രണ്ടിൻ്റെ ഷോറൂം അടുക്കാറായിട്ടുണ്ട് ഗൈസ്. നമ്മൾ ഓക്കെ ഏകദേശം അടുത്തിട്ടുണ്ട് ഗൈസ്. അവിടെ ഒരു ഇടവരിയുണ്ട് ഗൈസ്. ആ ഒരു വരി കൂടെ കയറിയപ്പോൾ വേണം ഗൈസ് നമ്മുടെ ഫ്രണ്ടിൻ്റെ ഷോറൂം. അതുപോലെ തന്നെ ഏതെങ്കിലും ബസ്സിൻ്റെ വർക്ക് എടുക്കണോ നിങ്ങൾ ജസ്റ്റ് പറഞ്ഞാൽ അതേ നമ്മൾ മെൻഷൻ ചെയ്യാവനെ. അപ്പോൾ ഗൈസ് ഇവിടെ ആയിട്ട് നമുക്ക് ബസ് പാർക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മുടെ കൂട്ടുകാരൻ്റെ ബസ്സാണ് ഇത്. അവന് വണ്ടിക്കകത്ത് ഇരിപ്പുണ്ട് ഗൈസ്. അവനിപ്പോൾ ഈ ഒരു ബസ് എടുത്തുകൊണ്ട് അങ്ങ് പോകും. കാരണം ഈ 2 ബസ്സൂടെ കൊണ്ടുവന്ന് നമ്മൾ ചടങ്ങാണ്. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ഫസ്റ്റ് ഈ ഒരു ബസ് പറഞ്ഞിട്ടേക്കാം, പിന്നെ നമ്മുടെ ഒരു ബസ് എടുക്കാന്നുള്ളത്. അപ്പോൾ സ്കാളിൽ നിന്നാണ് ഈ ഒരു ബസ്സിൻ്റെ പേര് വരുന്നത്. ഗൈസ് നിങ്ങൾ മറക്കണ്ട 15 സബ്സ്ക്രൈബേഴ്സോടെ നമുക്ക് 500 സബ്സ്ക്രൈബേഴ്സാണ്. നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ ബസ് ഇവിടെ വന്നിട്ടില്ല. അപ്പോൾ അവൻ നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും നമുക്ക് ഇനി ബസ് വന്നിട്ട് കാണാം. ഓക്കെ ഗൈസ്, നമ്മൾ വന്നത് 2 മണിക്കാണെങ്കിൽ ബസ് വന്നത് രാത്രി 8 മണിയായപ്പോഴാണ്. അതുമാത്രമല്ല ഇപ്പോൾ ഇവിടെ നന്നായിട്ട് മഴയൊക്കെ ചാറുന്നുണ്ട്. അതിന് മുന്നേ ആ ബസ്സൊക്കെ കാണിച്ചിട്ട് അങ്ങ് വീട്ടിലോട്ട് ഗ്യാരേജിലോട്ട് പോകാനായിട്ടുള്ള പണിയാണ് ഗൈസ്. ഓക്കെ, അപ്പം നമുക്ക് എന്തായാലും നമ്മുടെ ബസ് കാണാം. ഓക്കെ, ഇതാണ് ഇതാണ് നമ്മുടെ ബസ് വരുന്നത്. ജയഗുരുവിൻ്റെ ഗ്യാങ്സ്റ്ററാണ് നമ്മുടെ ബസ്. ഓക്കെ, നിങ്ങൾ കണ്ടോതാണ് ഇതാണ് നമ്മുടെ ബസ്. ജയഗുരുവിൻ്റെ ഗ്യാങ്സ്റ്ററാണ് നമ്മുടെ ബസ്. സെഡസ്ത്ര BS6 ആണ് നമ്മുടെ ബസ് വരുന്നത്. ഞാൻ ഇതിൻ്റെ അകത്ത് കയറിയിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ ലൈറ്റ് വർക്കൊക്കെ ഒന്ന് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഞാൻ ഇതിൻ്റെ അകത്ത് കയറിയിട്ടുണ്ട്. പിന്നെ നമുക്ക് ലൈറ്റ് വർക്കൊക്കെ ഒന്ന് കാണാം. ഓക്കെ ഗൈസ്, ഞാൻ ഫസ്റ്റ് ഇതൊക്കെ ഒന്ന് സെറ്റാക്കട്ടെ. ലൈറ്റ് വർക്കൊക്കെ സെറ്റാക്കട്ടെ ഗൈസ്. ഇനി നമുക്ക് എന്തായാലും ലൈറ്റ് വർക്കൊക്കെ ഒന്ന് കാണാം. ഗൈസ് കണ്ടോ, ഇതൊന്നും അല്ല ഇനിയും തെറ്റുണ്ട്. ഇതിൻ്റെ ഇൻറ്റീരിയറിലാണ് അതായത് അകത്താണ് കുറച്ചുകൂടെ വർക്ക് വരുന്നത്. കണ്ട് നിങ്ങൾക്ക് കാണാമായിരിക്കും ഗൈസ്. ഞാൻ അകത്തോട്ട് പോയിട്ട് കാണിച്ചു തരാം നമ്മുടെ വർക്കൊക്കെ. ഓക്കെ, ഞാൻ അകത്തോട്ട് പോട്ടെ എന്നിട്ട് ഞാൻ കാണിച്ചു തരാം നമ്മുടെ വണ്ടിയുടെ വർക്കും കാര്യങ്ങളൊക്കെ. ഓക്കെ, ഇതെങ്ങനെയുണ്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇപ്പോൾ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ലൈക്കും ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ ഞാൻ എന്തായാലും ഗൈസ് നമ്മുടെ വണ്ടിയുടെ ഇൻറ്റീരിയർ കാണിച്ചു തരാം. അതായത് ഇതാണ് നമ്മുടെ വണ്ടിയുടെ ഇൻറ്റീരിയർ ഗൈസ്. ഞാൻ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. ഈ സൂം അറിയാതെ കൂടിയും കുറഞ്ഞൊക്കെ ഒന്ന് പോകുന്നുണ്ട്. ഓക്കെ ഓക്കെ ഇതാണ് നമ്മുടെ വണ്ടിയുടെ ഇൻറ്റീരിയർ വരുന്നതെന്ന് പറഞ്ഞാൽ. ഓക്കെ ഒരു രക്ഷയില്ലാത്തൊരു ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെയാണ്. എങ്ങനെയുണ്ട് നിങ്ങൾ ഇപ്പോൾ തന്നെ കമൻറ്റ് ചെയ്തേക്ക്. ഓക്കെ കണ്ടു
നിങ്ങൾക്ക് കാണാമല്ലോ ഗൈസ്. ഓക്കെ ഏതാണ്ട് ഗൈസ് ഇതൊക്കെയാണ് ഗൈസ് നമ്മുടെ ലൈറ്റ് വർക്കൊക്കെ വരുന്നത്. ഗൈസ് നമുക്ക് സൗണ്ട് നമ്മൾ കേൾപ്പിക്കുന്നുണ്ട്. ഓക്കെ നമ്മളത് സൗണ്ടൊക്കെ കേൾപ്പിക്കാം. ഗൈസ് ഇതാണ് ഗൈസ് നമ്മുടെ ലൈറ്റ് വർക്ക് വരുന്നത്. ഗൈസ് എനിക്ക് അങ്ങനെ കൂടുതലായിട്ട് കാണിക്കാനായിട്ട് അങ്ങനെ പറ്റുന്നില്ല, കാരണം ചെറിയ ലാഗ് ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ പറ്റുന്നുണ്ടല്ലോ ഗൈസ്. ഓക്കെ ഇതൊക്കെയാണ് നമ്മുടെ ക്യാബിൻ്റെ അകത്തെ വർക്കാണ് ഗൈസ് നിങ്ങളിപ്പോൾ കണ്ടത്. അപ്പോൾ ഗൈസ് നമ്മൾ എന്തായാലും ഒരുപാട് പറഞ്ഞ് ലാഗ് അടിപ്പിക്കുന്നത് നമ്മൾ നേരെ ഈ ഷോറൂമിലോട്ടാണ്, വണ്ടിയൊക്കെ എടുത്ത് നമ്മൾ നേരെ ഷോറൂമിലോട്ടാണ്. ഓക്കെ അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് വേണമെങ്കിൽ നിങ്ങളിപ്പോൾ തന്നെ നമ്മൾ സബ്സ്ക്രൈബിലൊക്കെ ചെയ്തിട്ട് കമൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ. അതുപോലെ തന്നെ ബസ് സിമുലേറ്ററിൻ്റെ വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബും ചെയ്യാം. അപ്പം ബസ്സിങ് എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്തേക്കുക. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ മറ്റൊരു വീഡിയോ ബൈ ബൈ.